നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, ആ ആളുടെ രൂപം മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം ഈ റീഡിംഗ് കാണാനായിട്ട്. കാരണം നമ്മൾ ആ പെർട്ടിക്കുലർ ആളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക അവരുടെ ഇപ്പോഴത്തെ എനർജി. അതാണ് ഈ കാർഡ്സ്. 1, 2, 3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എനർജി, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ നിങ്ങളോട് പറയുമോ, പിന്നെ അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അതുപോലെ തന്നെ ആ ആക്ഷൻ കൊണ്ടുള്ള റിസൾട്ട് എന്തായിരിക്കും. ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം. ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഒരു കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് പറയുന്നത് ക്രോസ് റോഡ്, ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ വഴിത്തിരിവെന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വഴി ചൂസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ബ്ലോക്കാണ്. രണ്ടായിട്ട് തിരിയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകണോ, നേരെ പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെത്താനെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ വഴിത്തിരിവിൽ. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? 10 of Swords ആണ്. വളരെയധികം ചതിയും വഞ്ചനയും എല്ലാം അനുഭവിച്ച് ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ അവസാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനിയും മോശമാകാനില്ല. ഇത് ഏറ്റവും മോശമായ സിറ്റുവേഷനാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി പോകാനില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ സുല്ല് പറഞ്ഞ് രണ്ടുപേർക്കും പുതിയതായിട്ട് തുടങ്ങാം. അത്രേ പറ്റുള്ളൂ. അതല്ലാതെ അപ്പുറത്തേക്ക് ഇതിന് മോശമാവാനില്ല. മാക്സിമം ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർ റിവേഴ്സ് ആണ്. ഒരു റീകൺസിലിയേഷൻ്റെ പോസിബിലിറ്റി കാണിക്കുന്നില്ല. കാരണം ഇവിടെ ആരോ നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അറിയില്ല. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കാരണം അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളാണോ ഉപദ്രവിച്ചത്, അതോ ചതിച്ചത്, അതോ നിങ്ങളെ ഈ പേഴ്സണാണോ ചതിച്ചത്? എന്തായാലും ഒരു 7 of Swords കാണിക്കുന്നുണ്ട്. 7 of Swords എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും, തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അത്രയും വഷളായിപ്പോയി സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. സ്റ്റാർ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്ക്, ഇത് കിങ് ഓഫ് സ്വേർഡ്സും ഇത് ക്വീൻ ഓഫ് സ്വേർഡ്സും ആണ്. ഹസ്ബൻഡ് വൈഫാണ്, അതിനിടയിൽ ജസ്റ്റിസ്. അപ്പോൾ ഇവിടെ ഒരു ന്യായം അന്യായം നടന്നു. അപ്പോൾ അതിന് ഇതിൽ ഫീമെയിൽ എനർജി മെയിൽ എനർജിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിനൊരു എക്സ്പ്ലനേഷൻ വേണം എന്നാണ്. അതല്ലാതെ ഞാൻ ഇതിന്ന് മുമ്പോട്ട് പോകില്ല. ഇതിന്ന് ഒരു കാര്യത്തിന് ഞാൻ ഒരു സംസാരത്തിന് ആർഗ്യുമെൻറ്റിന് ഞാൻ റെഡിയല്ല. എനിക്കിവിടെ ശരിക്കും നടന്നത് എന്താണെന്ന് അറിയണം എന്നാണ് വാളിങ്ങനെ പിടിച്ചേക്കുകയാണ്. വേറെ ഒരു കാര്യം നടക്കില്ല. ഈ കാര്യം പറയണം, സത്യം എനിക്ക് അറിയണം, ജസ്റ്റിസ്, എനിക്ക് ശരിക്കുള്ള കാര്യം സത്യം അറിയണം. പക്ഷെ ഈ എനർജി മെയിൽ എനർജി നേരെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് നിനക്ക് എക്സ്പ്ലനേഷൻസ് തരേണ്ട ഒരു കാര്യവുമില്ല എന്നൊരു അഹങ്കാരം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വയലൻസ് കാണിക്കുന്നുണ്ട്. 2 നൈറ്റ്സ് ഉണ്ട് ഇവിടെ. ഇത് മക്കളാവാം ചിലപ്പോൾ. അപ്പോൾ ഒരാൾ ഭയങ്കര അംബീഷ്യസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി ആവാനും വഴിയുണ്ട്. ഈ നിങ്ങളുടെ പേഴ്സൺ യാത്ര പോകുന്ന ആളാണെങ്കിൽ യാത്രകളിൽ പല സ്ഥലത്തും വെച്ചിട്ട് പല റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ പലരുമായിട്ട് ഹൃദയം കൈമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? പേഴ്സൺ എവിടെ പോയാലും ഹോളിഡേ റൊമാൻസ് എവിടെ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടം പോലെ റിലേഷൻഷിപ്സ് വെക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിട്ട് വളർന്നില്ലെങ്കിലും അത് താൽക്കാലികമായ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു തരത്തിലും ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇതിന് പ്രതികരിച്ചേക്കുന്നത്. ഇവിടെ ലീബ്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ. ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനല്ല, നിങ്ങളുടെയും കൂടെ സിറ്റുവേഷനാണ്. കാരണം നിങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് കേട്ടോ. പക്ഷേ ഈ പേഴ്സൺ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ഭയങ്കര അഹങ്കാരമുള്ള ഒരു എനർജിയാണത്. നിങ്ങളിൽ നിന്ന് ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത് അടുത്തത്. നിങ്ങളിൽ നിന്ന് ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ പേഴ്സൺ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ പേഴ്സണ് നിങ്ങളോട് റീകൺസൈൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പോസിബിലിറ്റി ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നൊരു അറിവുണ്ട്. ആ പേഴ്സൺ അറിയാം ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്ന്. പക്ഷെ മനസ്സിൽ ഈ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ചെയ്തത് നിങ്ങൾ ഫൊഗീവ് ചെയ്യും എന്നൊരു പ്രതീക്ഷ ഈ പേഴ്സൺ വെച്ച് പുലർത്തുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ ഈ ബ്രേക്കപ്പിന് പകരം നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ. സ്നേഹം, നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുവരെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനൊരു തീരുമാനമായിട്ട് മതി ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് എത്രയൊക്കെ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ പേഴ്സണോടുള്ള സ്നേഹം ഉയർന്നു വരുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഫൊഗീവ് ചെയ്യും. ഈ റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും
എന്നൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങൾ ഇപ്പോൾ അവസാനിച്ച് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് 2 വഴിക്ക് പോയിട്ടുണ്ടാവും വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഈ പേഴ്സൻ്റെ വീട്ടിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും ഈ സിറ്റുവേഷൻ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു ചെറിയൊരു പ്രത്യാശയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓവറോൾ എനർജിയിൽ പറ്റില്ല എന്നൊരു ചിന്തയുണ്ട്. എന്നാലും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു റീകൺസിലിയേഷന് റെഡി ആകുമെന്ന് കേട്ടോ. ജെമിനായി ക്യാൻസർ ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളോട് അത് ആവശ്യപ്പെടുമോ? ഒരു റീകൺസിലിയേഷൻ വേണം, നിങ്ങളോടൊരു അപ്പോളജി പറയുമോ? അല്ലെങ്കിൽ നിങ്ങളോട് സത്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുമോ? എന്താണ് നടന്നത്, ഇനി എന്താണ് ഉദ്ദേശം, സ്വഭാവം മാറ്റാനുള്ള ഉദ്ദേശമുണ്ടോ, ഇതെല്ലാം നിങ്ങളോട് പറയുമോ ഈ പേഴ്സൺ? യെസ്, പറയുമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ പേഴ്സൺ നിങ്ങളോട് പറയുമെന്നാണ് പറയുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ആണ് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആൾ ഭയങ്കര കള്ളത്തരമുണ്ട്. ഇവിടെ കണ്ടില്ലേ 7 of Swords കണ്ടു. ഈ പേഴ്സൺ ഭയങ്കര കള്ളത്തരമുള്ളൊരു ആളാണ്. അപ്പോൾ ഈ കണ്ടില്ലേ ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞില്ലേ, ഈ പേഴ്സൺ അഡാപ്റ്റ് ചെയ്യും. ഈ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ നടത്താനായിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ബ്ലോക്ക് വരുമ്പോൾ പേഴ്സൺ എന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്യും. എങ്ങനെയാണ് സിറ്റുവേഷൻ, പക്ഷേ അതിൽ നിന്ന് എനിക്ക് എന്ത് മുതലെടുക്കാം എന്ന ചിന്തയിൽ ആ പേഴ്സൺ അവിടെ അഡാപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ നീ പറയുന്നത് കേട്ടിരുന്നോളാം, ഞാൻ വേറെ ആരോട് സംസാരിക്കില്ല, നോക്ക് ഞാൻ നമ്പേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ഈ പേഴ്സൺ പറയും നിങ്ങളോട്. കാരണം നിങ്ങളോട് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വേറെ ആളുകളെ തപ്പിയെടുക്കും, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് വേറെ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഏത് സമയത്തും രക്ഷപ്പെടാനുള്ളൊരു ടൈപ്പ് ആളാണ് ഈ ക്യാരക്ടർ കേട്ടോ, ആണായാലും പെണ്ണായാലും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ ഷൈ ആയൊരു എനർജിയാണ്, അങ്ങനെ പ്രതികരിക്കാത്തൊരു എനർജിയാണ്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചു. അതാണ് ഈ പേഴ്സൺ മനസ്സിലാവാത്തത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ ഇവിടെ കുറേ പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളോട് പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇമോഷണലായിട്ട് ഇതിനകത്ത് പെടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇമോഷണലായി കഴിഞ്ഞാൽ വഴക്കുകൾ ഉണ്ടാവും. പക്ഷേ വളരെ ലോജിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് കാര്യം പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങളും ആവശ്യമില്ല, പേഴ്സൺ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ ഇമോഷണൽ ആവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പേഴ്സൺ പ്രതീക്ഷ. നിങ്ങൾ ആവശ്യമില്ലാതെ ഇമോഷണൽ ആണെന്ന് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് ആ പേഴ്സൺ പറയുന്നത്. അപ്പോൾ എന്തൊരു അഹങ്കാരമുള്ളൊരു എനർജിയാണെന്ന് നോക്ക്. അപ്പോൾ അതാണ് ഈ പേഴ്സൺ പറയുന്നത്. മര്യാദക്കുള്ള ഇമോഷൻസ് ഇല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് അവലോകനം ചെയ്യണമെന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട്. അതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇമോഷൻ ഇല്ലാതെ ഒരു ലോജിക്കലായ സംസാരമാണ് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ഒന്നും കണ്ടില്ല. ഇനി അവരെന്ത് ആക്ഷനാണ് എടുക്കുക? അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളോട് പറയാൻ പോകുന്നത്. അവർ അടുത്ത ആക്ഷൻ എന്താണ് എടുക്കുക നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ കാർഡ് തന്നെ ഇവിടെ കള്ളത്തരം. ഈ പേഴ്സൺ അടുത്ത ആക്ഷൻ നിങ്ങളറിയാം. ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പണം മോഷ്ടിച്ചു, നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള പൈസ എന്തെങ്കിലും മറിക്കുകയോ എന്തൊക്കെ ചെയ്തു, അതൊക്കെ നഷ്ടപ്പെടുകയോ, അങ്ങനെ ഏത് സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി തന്നെ ആവണം എന്നില്ല ഇവിടെ. മനസ്സിലായോ? പലതരത്തിൽ ഫ്രണ്ട്സിന് പൈസ കൊടുത്തു, അവരുടെ അടുത്ത് പൈസ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല, നിങ്ങളുടെ സ്വർണം കൊണ്ട് പണയം വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഫോറിനിൽ വർക്ക് ചെയ്യുന്ന ആ പൈസ ആണായാലും പെണ്ണായാലും നിങ്ങൾ എങ്ങനെയാണ്, അപ്പം നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സൺ ചെയ്തേക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഇത് അപ്പം നിങ്ങൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഈ പേഴ്സൺ എന്താ ചെയ്യാൻ പോകണം, നിങ്ങൾ അറിയാതെ ഈ ആരോടാണോ ഈ പേഴ്സൺ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ മനസ്സിലായി, ആരായാലും അവരോടുള്ള ആ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ വിടില്ല. നിങ്ങൾ അറിയാതെ ആ കണക്ഷൻ തുടരുമെന്നാണ് പറയുന്നത്. നോക്ക്, അതിന് ഈ കണക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വേറെ വഴികൾ ഈ പേഴ്സൺ അന്വേഷിക്കും. അതാണ് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങൾ അറിയാതെയാണ് ഇവരെ മാറ്റി പാർപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ പൈസയോ സ്വർണമോ എന്തെങ്കിലുമൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് നിങ്ങളറിയാതെ അവർക്ക് ഇനിയും കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ അറിയാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് ഈ പേഴ്സൺ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയരുത്, അതിനുള്ള വഴിയാണ് നോക്കുന്നത്. ഇവിടെ ഹസ്ബൻഡും വൈഫും പിന്നെയും വരുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണിത്, മനസ്സിലായോ?
അപ്പോൾ ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെയാണോ? ഇത് കുറേ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ പൈസ കൊടുത്തിട്ടുണ്ട്, നിങ്ങളറിയാതെ പൈസ കൊടുക്കുകയോ എന്തെങ്കിലും എഴുതി കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഭയങ്കര തലവേദനയായി നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അത് ഭയങ്കര തലവേദന. അപ്പോൾ ഈ പേഴ്സൺ ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത്. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത്, നിങ്ങളറിയാതെ നിങ്ങളെ മറച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് പഠിച്ചേക്കുന്ന പാഠം. അത് നിങ്ങൾക്ക് പാരയാണ്. പിന്നെയും ഇതിന് എന്ത് റിസൾട്ടാണ് വരാൻ പോകുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് എന്ത് ഇതിപ്പോൾ സിസ്റ്റേഴ്സ് കല്യാണം കഴിച്ച പെങ്ങന്മാരല്ലെങ്കിൽ ആങ്ങളമാർക്കൊക്കെ, അല്ലെങ്കിൽ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അനിയനോ ചേട്ടനോ ഒക്കെ വെറുതെ മീൻസ് ബിസിനസ് തുടങ്ങാൻ കൊടുക്കുക. അത് കഴിഞ്ഞ് തിരിച്ചു കിട്ടാണ്ട് വരുമ്പോൾ ഭർത്താവ് അറിയാതെ ഭർത്താവിന് നുണ പറയുക. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ മറച്ച് വെച്ച് ചെയ്ത എന്തോ ഒരു കാര്യമാണ് ഇവിടെ ബാക്ക് ഫയർ ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി എന്താണ് പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഒരു ഗുണത്തിനും വേണ്ടിയില്ല. നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ല. നിങ്ങളറിയാതെ നിങ്ങളെ പറ്റിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഗോൾ ഒന്നായിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല മുമ്പോട്ട് പോകുന്തോറും. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. മനസ്സിലായി? എന്ന് വെച്ചാൽ ഈ ചുറ്റുമുള്ളവരൊക്കെ നിങ്ങൾക്ക് പണി തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങളൊരു വഴിത്തിരിവിലാണ്. ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഓറക്കിൾ മെസ്സേജ് നിങ്ങളോട് പറഞ്ഞത്. അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഇപ്പോഴും ഈ പേഴ്സണോട് ക്ഷമിക്കുമ്പോൾ ഇനിയും ഈ പേഴ്സൺ ഇതേ സ്വഭാവം തന്നെ വെച്ച് പുലർത്തും. മനസ്സിലാണോ? ഇവിടെ ലിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്, ക്യാൻസറും ഉണ്ട്. അപ്പോൾ സീക്രട്ടായിട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇനിയുള്ള സീക്രട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ പേഴ്സൺ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവസാനം നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള സ്നേഹം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതയാകുകയോ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യാൻസർ, ലിയോ, പിന്നെയും ക്യാൻസർ ഉണ്ട് ഇവിടെ. Cancer, Gemini, Libra, Aquarius. ഇതാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്കിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ് ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്ന. ആദ്യം ഭഗവാനെ, നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പം നമ്മൾ ഓറക്കിൾ മെസ്സേജ് നോക്കുകയാണ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. വന്നില്ല, അത് വീണില്ല. ഒരു മേജർ ചേഞ്ചാണ് ഞാൻ കണ്ടത്. പക്ഷേ ഓക്കെ, ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇനി കാർഡ്സ് വരുമോ നോക്കാം. താഴെ കുറച്ച് കാർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം എടുക്കാം. ആദ്യത്തെ കാർഡ് തൃശൂലമാണ്. പറയുന്ന അജ്ഞത നശിപ്പിച്ച് കളയണം. ഈഗോ, അജ്ഞത, ഇതൊക്കെ നമുക്ക് നല്ലതിനല്ല. അതുകൊണ്ട് അതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം എന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണിത്. അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ സമയമാണിത്. അത് പ്രാവർത്തികമാക്കുമ്പോൾ ഇപ്രാവശ്യം സക്സസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്.
മൂന്നാമത്തെ കാർഡ് ഡെഡിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്താലും അത് ശുദ്ധ മനസ്സോടുകൂടിയും ആത്മാർത്ഥമായിട്ടും ചെയ്യുക, അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഡിവൈൻ ടൈമിങ്, പിന്നെ നിങ്ങളുടെ നല്ല സമയം വന്ന് ചില കാര്യങ്ങൾ ഡിവൈൻ ടൈമിങ്ങിലേ നടക്കുള്ളൂ എന്ന് നമ്മൾ പറയില്ലേ, അപ്പം നിങ്ങളുടെ ഡിവൈൻ ടൈം ഇപ്പോഴാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിവൈൻ വിസ്ഡം. അപ്പോൾ ഈ ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, ഡിവൈൻ വിസ്ഡം, ജ്ഞാനം വേണമെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കാർഡിൽ ജ്ഞാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ. ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും പുതിയതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ഡിസ്കഷൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച്, ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്തിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടി ഇത് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കയറി വഴക്കാവുമായിരിക്കും, ഒച്ചയും ബഹളവും ആവും. അപ്പോൾ അത് എവിടെയും പോവാം. അപ്പോൾ ഈ പേഴ്സൺ ഇമോഷൻസ് ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഈ പേഴ്സണ് കൂടുതൽ ഡീറ്റെയിൽസ് വേണമായിരുന്നിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസ്കഷന് രണ്ട് എയ്സ് വന്ന്, എയ്സ് ഓഫ് വാൻസും എയ്സ് ഓഫ് സ്വേർഡ്സും. എയ്സ് ഓഫ് വാൻസ് പറഞ്ഞാൽ പാഷനാണ്. അപ്പോൾ ഒരു പുതിയ പാഷനറ്റ് സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇവിടെ ഇത് പൈസയുടെ കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, ഞാൻ ഇതാർക്കും കൊടുക്കില്ല എന്നൊരു സിറ്റുവേഷനാണ്. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ഡിസ്കസ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? അതിനെക്കുറിച്ച് ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് എതിരായിട്ട് നിന്നിരുന്ന ആളാണ്. എനിക്കിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഡിസ്കഷൻ ഇത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആ വാശി വിട്ടിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ, ഒരു പാഷനെ കുറിച്ചിട്ടുള്ള ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യമായിരിക്കും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ റെഡിയാണെന്ന്. അപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമ്മിലുള്ള റിലേഷൻ, ഈ പേഴ്സണും വേറെ ആരെങ്കിലും തമ്മിലുള്ള റിലേഷൻഷിപ്പും ആവാം. എന്തായാലും നമുക്ക് ഈ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യത്തെ റീഡിങ്ങിൽ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കാൻ പോയപ്പോൾ 2 പേരും വന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അത് നോക്കാൻ പോകുന്നത് നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇതാണ് നോക്കാം. അതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയുള്ള ചോദ്യം. Wealth, business, leadership, security, discipline, abundance, prosperity, generosity. ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മെയിൽ എനർജിയാണ്. ഇത് ഫീമെയിലും ആവാം, പക്ഷേ മെയിൽ എനർജിയുള്ള ഒരു ഫീമെയിൽ. അപ്പോൾ ഭയങ്കര പൈസയുള്ള ധനികനോ ധനികയോ ആയൊരു എനർജിയാണിത്. ഒരു ബാലൻസ് കൊണ്ടുവരും, പണം മാത്രം പോരാ. അപ്പോൾ ലൈഫിലും കൂടെ, അതുകൊണ്ടാണ് ആദ്യം ഈ പേഴ്സൺ ഡിസ്കഷന് റെഡി ആയിരുന്നില്ല, ഇപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കഷന് റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഈ പേഴ്സണ് പണത്തിൻ്റെ പുറകെയുള്ള ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ പണം മാത്രം പോരാ, മനസ്സിലായി? അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട, ഇനി നമ്മൾ 2 പേരും മതി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്ന പോലെ. ഇവിടെ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന പേജ് ഓഫ് സ്വേർഡ്സും നൈറ്റ് ഓഫ് കപ്സും രണ്ടും റിവേഴ്സാണ്. ഓക്കെ, ഈ പേഴ്സൺ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് മനസ്സിലായെന്ന് അറിയാമോ? ഈ പേഴ്സണ് മനസ്സിലായത് പണം കൊണ്ട് മാത്രം സ്നേഹം പിടിച്ചു പറ്റില്ല എന്ന് ഈ പേഴ്സണ് മനസ്സിലായി. അപ്പോൾ തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ അടുത്ത് നിന്ന് സ്നേഹം കിട്ടുന്നില്ല, കാരണം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. ഈ പേഴ്സൺ ഇമോഷണലായിട്ട് നിങ്ങളോട് പെരുമാറുന്നില്ല. അപ്പോൾ ഇമോഷണലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങളും അങ്ങനെ ഈ പേഴ്സണോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചു അങ്ങനെയാണ്, ഈ കുഴപ്പമില്ല, അടുത്ത് പണം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരും വരുമെന്ന് വിചാരിച്ച് തേർഡ് പാർട്ടി കണക്ഷൻസിലേക്ക് പോയിട്ടുണ്ടാവും.
പക്ഷേ എല്ലായിടത്തും ചെന്നപ്പോഴും ഈ പേഴ്സണ് മനസ്സിലായത് ഈ പേഴ്സൺ ഇമോഷണലി ഇൻവോൾവ് ആവണമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഞാൻ ഇമോഷണലി ഇൻവോൾവ് ആയ പോരെ എന്നൊരു വിവരം ആ പേഴ്സണ് മനസ്സിലായി. അങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 of Swordsഉം ലവേഴ്സ് തമ്മിലൊരു 10 of Swords വന്നു. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറേ വഞ്ചിച്ചിട്ടൊക്കെ ഉണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലാരിറ്റി വരുന്നുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആണെന്നാണ് പറയുന്നത്, സോൾമേറ്റ് കണക്ഷൻ. അതുകൊണ്ട് തിരിച്ചു വരികയാണ്. ജെമിനായി കാണിക്കുന്നുണ്ട്, സാജിറ്റേറിയസ് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലുള്ള. എന്താണ് നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്? അപ്പം ഈ പേഴ്സൺ പകുതി വഴിക്ക് നിൽക്കുകയാണ്. ഇനി നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് സൈഡ് ഇത് വരണം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ ആള് മറ്റുള്ളവർ, ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ സ്നേഹിക്കുന്നവരോട് ഈ പേഴ്സൺ ഭയങ്കര ജനറസ് ആണ്. മനസ്സിലായോ? എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും അതുപോലെ തന്നെ ആവണം. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണെ മുടക്കാനോ ശ്രമിക്കാറുണ്ടാവായിരിക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളിൽ കയറി ഇടപെടാൻ പാടില്ല എന്ന് കൂടി ഈ പേഴ്സൺ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് പെരുമാറണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ, നിങ്ങൾക്കൊരു മിഡിൽ ഒരു ഇതില്ല. അപ്പോൾ അത് അജ്ഞത കൊണ്ടാണ്. അതാണ് അജ്ഞത എന്ന് പറഞ്ഞത് അവിടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾ എന്തുകൊണ്ട് ചെയ്യുന്നു, അതിന് പിന്നിലുള്ള അയാളുടെ ആ ഒരു ചിന്ത എന്താണ്, ഇതൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഓഫീസിൽ ചെന്നപ്പോൾ ആരോ അവരുടെ ഓഫീസ് ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്, അപ്പം പ്രൈവറ്റ് കമ്പനി അല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരോ മരിച്ചു എന്ന് അറിഞ്ഞു. ഇവരെല്ലാവരും കൂടെ ഒരു വണ്ടി പിടിച്ച് അങ്ങോട്ട് പോയി. ആരോടും ചോദ്യമില്ല, പറച്ചിലൊന്നുമില്ല. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈമിന് മാനേജർ വന്നപ്പോൾ ഇവരാരും ഇല്ല അവിടെ. ഇവർ തിരിച്ചു വന്നപ്പോൾ മാനേജർ ഇവരോട് ചൂടായി. ആരോട് ചോദിച്ചിട്ടാണ് പോയത് അത്? മനസ്സിലായോ? അപ്പോൾ ഇവരെന്താ ചെയ്ത് പ്രതികരിക്കുന്നത് വെച്ചാൽ ഇവർ മാനേജറോട് മിണ്ടാതെ ഇവർ ലീവ് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയി കളഞ്ഞു. മനസ്സിലാണോ? അവർ ചെയ്തത് തെറ്റാണോ ശരിയാണ്? എനിക്ക് തോന്നുന്നു അവർ ചെയ്തത് ഭയങ്കര തെറ്റാണ്. കാരണം അവർ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ട് പെരുമാറി. ആ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് ഞാൻ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, ആ പേഴ്സൻ്റെ സൈഡ് കാണുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ഇഷ്യൂസ്, ഭയങ്കരമായ ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളത് അറിഞ്ഞ് പെരുമാറി നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ ഈ സ്വഭാവം മാറ്റണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ദേവതയായിരിക്കും അല്ലെങ്കിൽ ദേവനായിരിക്കും, ഞാൻ ആരോടും തെറ്റ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരാണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങളുടെ തോന്നലാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഭയങ്കര തലവേദനയാണ് ഈ പേഴ്സൺ കൊടുക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഡിസ്കഷൻ്റെ സമയത്ത് നിങ്ങളോട് ഈ പേഴ്സൺ ഈ കാര്യം പറയുമോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. യെസ്, ഈ കാര്യം പറയും. അപ്പോൾ ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ചാണ് റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇത് പറയാൻ റെഡിയാവുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണം, പ്രാക്ടിക്കലായിട്ട്, ഒട്ടും ഇമോഷണൽ ആയിട്ടല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ക്യാൻസർ സോഡിയാക് സൈൻ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. ഇങ്ങനെയാണ്, നീ ഇങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറി, ഞാൻ ഇങ്ങനെ പെരുമാറും. മനസ്സിലായോ? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ മിക്കവാറും പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 of Pentacles വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് തരും. ചിലപ്പോൾ നിങ്ങളോട് പറയും ഈ പോയിന്റ്. അപ്പോൾ 10 of Pentacles പറഞ്ഞാൽ എല്ലാത്തിലും ഒരു സക്സസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും,
സജഷൻസ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഇയാളാരാണ് എന്നോട് പറയാൻ, അല്ലെങ്കിൽ ഇവളാരാണ് എന്നോട് സജസ്റ്റ് ചെയ്യാൻ, എൻ്റെ ജീവിതം എൻ്റേതാണ്. പക്ഷേ നമ്മൾ എൻ്റെ ജീവിതം എൻ്റേതാണെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കോംപ്രമൈസ് വേണം. ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ആ പേഴ്സൺ പിന്നെ വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നത് പകരം ഈ പേഴ്സൺ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലേ എന്ന് വിചാരിക്കുക, ഈഗോ മാറ്റി വെക്കുക. അതുകൊണ്ടാണ് ഇവിടെ ആ ത്രിശൂലം കാണിച്ചത്, ഈഗോ, ഇല്യൂഷൻ. അത് മാറ്റണമെന്ന് നിങ്ങളോട് പറയുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം, അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഏസ് ഓഫ് കപ്സ്. ഇവര് നിങ്ങളോട് സ്നേഹമാണെന്നൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ തമ്മിലൊരു ഹാർമോണിയസ് കണക്ഷൻ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ആദ്യമൊക്കെ വളരെ സ്നേഹമൊക്കെ ഉണ്ടാവും, പിന്നെ സ്നേഹം ഉള്ളിലുണ്ടാവുള്ളൂ, പ്രകടിപ്പിക്കില്ല. അതുപോലെ നമ്മളെപ്പോഴും അയാൾ നമ്മളെപ്പോഴും സ്നേഹിക്കണം എന്നില്ല. കുറേ കഴിയുമ്പോൾ സ്നേഹമെല്ലാം പോയി, പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഇതാണ് ജീവിതം, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, ഇത് പേഴ്സൺ പറയും നിങ്ങളോട്, മനസ്സിലായോ? പക്ഷെ ഇതിൽ ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയാൻ പോകുന്നത്. അപ്പോൾ സ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ പഴയ ആ ലവേഴ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ആക്ഷൻ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇവർ ട്രൈ ചെയ്യും നിങ്ങളുമായിട്ട് തിരിച്ച് പഴയ റിലേഷൻഷിപ്പ്, പഴയ ആ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ ഇവർ ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ, ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ലവേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നഷ്ടബോധമുണ്ട്, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വഴിക്ക് എവിടെയോ നഷ്ടബോധം, തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷനൊന്നുമില്ല. തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നായിരുന്നു, മനസ്സിലായോ? അത് പക്ഷെ ഇപ്പം അതത്ര പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾക്ക് തേർഡ് പാർട്ടി പേഴ്സൺ വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി മാത്രമാണ്, മനസ്സിലായോ? തേർഡ് പാർട്ടി ഒരു പാസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുതുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് പേഴ്സൺ കുറച്ച് നിബന്ധനകൾ വയ്ക്കും. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്നൊരു സിറ്റുവേഷനിലേക്കാണ് ഇത് പോകുന്നത്. ഇതൊരു ഫൈനൽ ട്രൈ ആണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജെമിനായ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഈ പേഴ്സൺ ഇങ്ങനെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ് ആവാൻ പോകുന്നത്? ഈ പേഴ്സൺ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് പണം തരും ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഈ പേഴ്സൺ എബ്രോഡ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തല്ല നിൽക്കുന്നത്, നിങ്ങളിൽ നിന്ന് ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇതുവരെ നിങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് പറയാതിരുന്ന ആള് നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും, മനസ്സിലായോ? അതല്ലെങ്കിൽ ഇത് അവസാനിക്കും. അതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടംപോലെ പണം, ഹാപ്പിനെസ് കിട്ടും. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ നിങ്ങൾക്ക് പണം പോലും തരില്ല, എല്ലാം നിർത്തിക്കളയും, മനസ്സിലായോ? ഈ പേഴ്സൺ മുങ്ങിക്കളയും. അതാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ലോജിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പെരുമാറുക. റീകൺസിലിയേഷൻ ട്രൈ ചെയ്യും ഈ പേഴ്സൺ, പക്ഷേ അത് നിങ്ങളുടെ റിയാക്ഷൻ പോലെ ഇരിക്കും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, അപ്പം നിങ്ങൾ പറയും ഇത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് പറയും. എനിക്കറിയില്ല എന്താ സിറ്റുവേഷൻ, പക്ഷേ കാർഡ്സ് കാണിക്കുന്ന ഇതാണ്. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ പ്രശ്നമുണ്ടായി, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന പണം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. അത് കഴിഞ്ഞ് പതുക്കെ ഈ റിലേഷൻഷിപ്പും നിർത്തുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങളോട് പറയും ഈ പേഴ്സൺ, എന്നിട്ടാണ് നിർത്തുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് കളയും. സ്കോർപിയോ, ഞാനിന്ന് സോഡിയാക് സൈൻ ബാക്കിയെല്ലാം പറഞ്ഞതാണ്. ജെമിനായ്, സ്കോർപിയോ സ്ട്രോങ് ആണ്. ക്യാൻസർ സ്ട്രോങ് ആണ്. ഞാനീ പറയുന്ന സോഡിയാക് സൈൻ മാത്രമാവണമെന്നില്ല കേട്ടോ. ജെമിനായ്,
സാജിറ്റേറിയസ് നിങ്ങളുടെ പേഴ്സൺ ഏത് സോഡിയാക് സൈൻ വേണമെങ്കിലും ആവാം. ഇവിടെ കാണിക്കുന്നത് ഈ സോഡിയാക് സൈൻസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഈ സോഡിയാക് സൈൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് ചാർട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഞാൻ വെച്ച കാർഡ്സ് എല്ലാം കിഴിഞ്ഞുപോയി, സോറി. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ നിങ്ങൾക്കുള്ള കാർഡ് ഓറക്കിൾ മെസ്സേജ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. നേരത്തേക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഡിലേ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ സിനിമയിൽ പറയില്ലേ, നമുക്ക് ഈ ബുദ്ധി എന്തുകൊണ്ടും നേരത്തെ തോന്നിയില്ല എന്ന്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഷെയറിങ്, പേഴ്സൺ ഇപ്പോൾ മറ്റു സെൽഫിഷ്നെസ് ഒക്കെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാവരോടും സഹകരണ മനോഭാവത്തോടു കൂടി പെരുമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സണ് ഇഷ്ടമുള്ളവരോട് മാത്രമേ, അല്ലെങ്കിൽ ഈ പേഴ്സണോട് നന്നായിട്ട് പെരുമാറുന്നവരോട് മാത്രമേ ഈ പേഴ്സൺ നന്നായിട്ട് പെരുമാറുള്ളൂ, അവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ. എല്ലാവരെയും ഈ പേഴ്സൺ സഹായിക്കില്ല, നിങ്ങളുടെ പേഴ്സൺ. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ ഒരാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല, മറ്റേ ആൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് കാണിക്കുന്നത്. മറ്റേ ആളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യും. ആ പേഴ്സൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. എല്ലാവരെയും കണ്ണടച്ച് സഹായിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. അത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് സോഡിയാക് സൈൻ. ഈ പേഴ്സണോട് നന്നായിട്ട് പെരുമാറുന്നവരോട് മാത്രമേ പെരുമാറുന്നവരെ മാത്രമേ ഈ പേഴ്സൺ സഹായിക്കുകയുള്ളൂ. മദർ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ ജഡ്ജ്മെൻറ്റും. അപ്പോൾ മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താ അങ്ങനെ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇത് നല്ല മനസ്സോടെയാണോ ചെയ്യുന്നത്. അപ്പോൾ അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഏതോ ഒരു എനർജി ഈ പേഴ്സൻ്റെ ലൈഫിലുണ്ട്. അവരെ ഈ പേഴ്സൺ ജഡ്ജ് ചെയ്യുന്നു. ചിലപ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ വേറെ ആർക്കോ കൊടുക്കുന്നുണ്ട്. സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളായിരിക്കാം. നിങ്ങളെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്, എംപ്രസിനെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കാളും പവർഫുൾ ആയ ഒരു എനർജി ഇവിടെയുണ്ട്. മനസ്സിലായി? ഈ പേഴ്സണൽ ലൈഫിൽ
ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, ചേച്ചിയായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഇതൊരു ഫീമെയിൽ എനർജിയാണ്. അവർ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതെല്ലാം ഇവരുടെ ഒരു ആഗ്രഹമായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമല്ലായിരിക്കാം. പക്ഷേ ഇവരുടെ കൺട്രോളിലാവുമ്പോൾ പേഴ്സണ് വേറെ വഴിയില്ല എന്നും കൂടെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ഒരു എംപ്രസ് ആണ്. ചിലപ്പോൾ ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മ ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ, അല്ലേ? പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഈ പേഴ്സൺ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗത്തിന് വരുന്നില്ല. അതെല്ലാം തേർഡ് പാർട്ടികളാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ വൈഫിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഹാപ്പിനെസ് ഇല്ലായ്മ, ഒരു സംതൃപ്തി ഇല്ലായ്മ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാൻസർ, സോഡിയക് സൈൻ, ടോറസ്, ലീബ്ര, ലിയോ, ഇത്രയും സോഡിയക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നില്ല. രണ്ടുപേരും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും റിലേഷൻഷിപ്പിലാണെന്നാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഈ പേഴ്സണ് വിശ്വാസമില്ലായ്മയുണ്ട്. ഹാപ്പിനെസ് ആണ് പ്രതീക്ഷിക്കുന്നത്. സ്നേഹം വേണ്ടാന്നാണ്. കാരണം നിങ്ങൾ അൺകണ്ടീഷണൽ ലവാണ് ഈ പേഴ്സണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സണെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ പേഴ്സൺ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നെ, പക്ഷെ നിങ്ങൾ എനിക്ക് സന്തോഷം തരണം. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യരുതെന്നും, നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ടാവും, ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, എല്ലാ പൈസയും ഫാമിലിക്ക് പോകുന്നു. എൻ്റെ ഒരു ഫണ്ട് ഇപ്പോൾ ആ ഫ്രണ്ടായിട്ട് ഞാൻ അത്ര ക്ലോസ് അല്ല. അപ്പോൾ ആ കുട്ടിയുടെ സിസ്റ്റർ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ആ സിസ്റ്റർ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഹസ്ബൻഡും വൈഫും അവളും ഹസ്ബൻഡും കുട്ടികളും മാത്രമുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇഷ്ടം. പക്ഷേ അവളുടെ ഇൻലോസിൻ്റെ കൂടെ താമസിക്കേണ്ടി വന്നു. ഭർത്താവ് യാത്ര ചെയ്യുന്ന ഒരു ജോലി, ഫോറിനിലായിരുന്നു, എനിക്കത് ഓർമ്മയില്ല, ഇതായിരുന്നു. അപ്പം അവൾ ഭയങ്കര, അപ്പം ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എങ്ങനെയുണ്ട്, സന്തോഷമാണോ, ഹാപ്പിയാണോ? പറഞ്ഞാൽ ഇല്ല, ഒട്ടും സന്തോഷമില്ല. കാരണം ആ പയ്യൻ പൈസ മുഴുവൻ അവളുടെ അച്ഛനാണ് അയച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പയ്യൻ പൈസ മുഴുവൻ ഇവൾക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പം അച്ഛന് പൈസ ഒന്നും കൊടുക്കുന്നില്ല. രണ്ടും തെറ്റാണ്, അല്ലേ? അപ്പോൾ ഇവിടെയും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആ പേഴ്സൺ, കാരണം ഈ പേഴ്സൺ നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ നിന്ന് കുറച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഈ പേഴ്സൺ അത് ഇഷ്ടമാവുന്നില്ല. മനസ്സിലായി? അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് എന്താണ്, നമ്മളുടെ ലൈഫിൽ ഇമോഷണൽ ഹാപ്പിനെസ് വേണം, ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെ ഒരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് ആകുമ്പോൾ നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഇത് അറിഞ്ഞിട്ട് അവരെന്തോ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലി അറിഞ്ഞിട്ട് അതൊരു ഡിസ്കഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം നിങ്ങളോട് ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇമോഷണൽ ഹാപ്പിനെസ് വേണമെങ്കിൽ എന്നോട് അധികം സ്നേഹം കാണിക്കണ്ട, പക്ഷേ എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യരുത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. എന്നാൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പൊട്ടത്തരം അല്ലേ? ലിയോ, പൈസീസ്, ക്യാൻസർ, എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ നടക്കുന്നത്? ഓക്കെ, ഇത് നിങ്ങളോട് അവർ പറയൂ, നേരിട്ട് പറയുമോ? ഇതാണ് നമ്മൾ കാർഡിൽ കണ്ട കാര്യം. നിങ്ങളോട് നേരിട്ട് പറയുമോ ഇവര്? ഈ ഒരു കാര്യം നിങ്ങളോട് നേരിട്ട് പറയുമോ ഇവര്? ഇവരിത് പറയാൻ വഴിയില്ല. മനസ്സിലായോ? അത്
കാരണം ഇത് നിങ്ങളോട് പറയാതെ തന്നെ ഈ സിറ്റുവേഷനിൽ ഒരു വ്യത്യാസം വരുത്താൻ ഇവർ നോക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇവരുടെ മനസ്സിലുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, പക്ഷെ അവരുടെ ശ്രദ്ധയിൽ നേരത്തെ അത് പെട്ടിട്ടില്ലായിരിക്കാം. മനസ്സിലായോ? ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നത് നിങ്ങൾ പറയാതെ ഇവരറിഞ്ഞ കാര്യം, അതൊരു ഡിസ്കഷൻ വന്നപ്പോൾ ഇവർക്ക് അത് അതിലൊരു വ്യത്യാസം വരുത്തണം. ഇപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യാസം വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്കും ഇവരുടെ കാര്യങ്ങളിൽ അവകാശമുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയില്ല അത്. മനസ്സിലായി? ഇവിടെ ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. കുറച്ച് നാർസിസിസ്റ്റിക് ആണ് നിങ്ങളുടെ പേഴ്സൺ, ഒബ്സസീവ് ആണ്, അഡിക്റ്റീവ് ആണ് ഈ പേഴ്സൺ. മനസ്സിലായോ? പക്ഷേ നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി ഈ പേഴ്സൺ അറിയാം. അതിൽ കുറച്ചൊരു നിങ്ങൾ പറയാത്തത്രയും കാലം ഈ പേഴ്സണ് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്. പക്ഷെ നിങ്ങൾ പറയുമില്ല, കാരണം നിങ്ങൾക്ക് ഭയങ്കരമായ ഇഷ്ടമാണ് ഈ പേഴ്സണോട്. അപ്പോൾ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ അറിയാൻ ഇട വന്നപ്പോൾ ഈ പേഴ്സണ് അത് ചിലപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാലും ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണോട് ഇത്ര അഗാധമായ സ്നേഹം കാണിക്കാതെ നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ആണ് പെരുമാറുന്നതെങ്കിൽ ഇമോഷണലി ഇവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് വരുമെന്നും കൂടി ഈ പേഴ്സൺ പറയുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ പേഴ്സൺ ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അറിയില്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ആ ആൾ തരുന്നില്ല. അത് ഈ പേഴ്സൺ അറിയുന്നില്ല, കാരണം നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന എനർജിയാണ്, നിങ്ങൾക്ക് പണിയാണത്. ഓരോരുത്തരുടെ ക്യാരക്ടറാണ്, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എന്താണ് ഒരു അടുത്ത ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. എന്ത് ആക്ഷനാണ് എടുക്കുക? ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങളെ ട്രാപ്പ് ചെയ്തോന്നൊരു പേഴ്സൺ, ഇപ്പം നിങ്ങൾ ട്രാപ്പിലാണോ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം പുരോഗം ഉണ്ടാകാനും നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനും വേണ്ടിയുള്ള ആക്ഷൻസ് ആണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൂടെ കൊണ്ടുപോകുമായിരിക്കും, കാരണം നിങ്ങളിവിടെ ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പ്രശ്നമാകുമ്പോൾ എന്നൊരു പേടിയുണ്ട്. നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയാം, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങളായിട്ടാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് പോകുമെന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൊണ്ട് റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്, കേട്ടോ. ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം അയച്ചു തരാൻ വഴിയുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് കൊടുക്കുന്ന പണം കുറയും, നിങ്ങൾക്കും അയച്ചു തരും നേരിട്ട്. അത് നിങ്ങൾ വേണ്ടാന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇവിടെ വീട്ടുകാരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറച്ച് കുറയ്ക്കുമെന്നും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം അവർ ഭയങ്കര സ്വാർത്ഥമായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത്. അതൊരു പണിയാവുന്നുണ്ട്. ഇതിന്റെ റിസൾട്ട് എന്താണ് ആവാൻ പോകുന്നത്? നിങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഇതിന്റെ റിസൾട്ട് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കാര്യം ഡിസ്കസ് ചെയ്യും പേഴ്സൺ, കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുമിച്ച് താമസിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കാൻ തുടങ്ങും. ഇതുവരെ അതൊന്നും അറിയില്ല, നിങ്ങൾ പറഞ്ഞില്ല. അപ്പോഴാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ ഓർമ്മ വരുന്നത്. അപ്പം നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ഈ പേഴ്സൺ കുറച്ചൊക്കെ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കൂടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ പേഴ്സൻ്റെ ഉഴപ്പെല്ലാം മാറും. ഈ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുമെന്നാണ് കാണിക്കുന്നത്, കേട്ടോ. 10 ഓഫ് കപ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്, നല്ലതാണത്. ഈ സംസാരിക്കാൻ നമ്മുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയുക. വെർഗോ പറയാതിരുന്നിട്ട് കാര്യമില്ല. അക്വാരിയസ്, പിന്നെ പേഴ്സൺ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നിങ്ങൾ പറയാത്തത്. ക്യാൻസർ, ജെമിനായി, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസീസ്, ക്യാൻസർ, ലിയോ, ടോറസ്, ലീബ്ര, ലിയോ, സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇതിനകത്ത് കണ്ടത്, കേട്ടോ.
അപ്പോൾ ഇതോടുകൂടി മൂന്നാമത്തെ റീഡിങ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും ആരോഗ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.